ഓഗസ്റ്റ് 15 ഓല വന്നിട്ടൊരു തകർപ്പൻ അപ്ഡേറ്റ് ആണ് കൊണ്ടുവന്നത്. കാരണം വേറെ ഒന്നുമില്ല, EV സെഗ്മെന്റിൽ അതായത് ബൈക്ക് സെഗ്മെന്റിൽ അത് പുതിയ 3 വണ്ടികളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ പേര് വന്നിട്ട് റോഡ്സ്റ്റർ സീരീസ് ആണ്. ആക്ച്വലി വണ്ടി വന്ന് 3 വണ്ടികളാണ്. അതായത് റോഡ്സ്റ്റർ എക്സ്, അത് റോഡ്സ്റ്റർ പ്രോ, അങ്ങനെ 3 വണ്ടികളാണ് വരുന്നത്. അതിൽ റോഡ്സ്റ്റർ എക്സ് ആണ് ഏറ്റവും ബേസ് വേരിയൻറ്റ്. ഇപ്പോൾ പ്രൈസേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 75,000 നിങ്ങൾക്ക് റോഡ്സ്റ്റർ എക്സ് കിട്ടും. റോഡ്സ്റ്ററിൻ്റെ റേറ്റ് ആണെങ്കിൽ 1,00,000 രൂപ. അതുപോലെ റോഡ്സ്റ്റർ പ്രോവിൻ്റെ കേസാണ് നമുക്ക് 2,00,000 രൂപ. അത് ഏകദേശം റേറ്റാണ് ഞാൻ പറയുന്നത്. അത് എക്സ്ഷോറും വരെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ റേറ്റിന് നമുക്കൊരു ഇലക്ട്രിക് ബൈക്ക് കിട്ടുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് സാധാരണക്കാരന് ഒരു ഇലക്ട്രിക് ബൈക്ക് എടുക്കാൻ പറ്റുന്ന റേറ്റിലാണ് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ അത് പുതിയ വണ്ടികളും പുതിയ ടെക്നോളജീസും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓല കഴിഞ്ഞിട്ട് വേറെ ഏത് കമ്പനി ഉള്ളതെന്ന് തന്നെ പറയാം. പിന്നെ വേറെ കാര്യമുള്ള സർവീസിൻ്റെ കേസാണ്. ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് പറയാമല്ലോ ഓല തന്നെ. പക്ഷേ സർവീസ് തീർച്ചയായിട്ടും വളരെ മോശമാണ്. അവിടെ ഞാൻ മോശം തന്നെ പറയുന്നത്, കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ വണ്ടിയുടെ പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ അത് ഫീച്ചേഴ്സും എല്ലാ കാര്യവും നോക്കുമ്പോൾ ഓലയെ വെട്ടിക്കാൻ നമുക്ക് വേറെ കമ്പനി ഇല്ല എന്നുള്ള കാര്യം വളരെ സത്യമാണ്. അപ്പോൾ എന്തായാലും അവരുടെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വണ്ടികളാണ് വന്നിട്ടുള്ളത്. അത് റോഡ്സ്റ്റർ പ്രോ, റോഡ്സ്റ്റർ എക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ നോക്കാൻ പോകുന്ന റോഡ്സ്റ്ററിൻ്റെ കേസാണ്. നമ്മൾ റോഡ്സ്റ്റർ എക്സിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ നോക്കാൻ പോകുന്ന റോഡ്സ്റ്ററിൻ്റെ കമ്പാരിസൺ വീഡിയോ ആണ്. അതായത് ഏതൊക്കെ വേരിയൻസ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ വീഡിയോ പോകുന്ന മുന്നേയായിട്ട് ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അതിൽ ആൻസർ ചെയ്യുന്നതാണ്. വേറെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ആക്ച്വലി ഓലയെന്ന് പ്രൊമോട്ട് ചെയ്ത് പറയുമെന്നല്ല, ഞാൻ ജസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. അപ്പോൾ ആക്ച്വലി അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു ന്യൂസ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് മാത്രമേ എൻ്റെ ഒരു പ്ലാൻ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾ ഓല എടുക്കുന്നത് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ എന്തൊക്കെ ടെക്നോളജീസാണ് EV സെഗ്മെൻറ്റ് വരുന്നത് മാത്രമാണ് ഞാൻ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഏതൊരാളും വണ്ടി എടുക്കാൻ പോകുമ്പോൾ ആദ്യം നോക്കുന്നത് വണ്ടിയുടെ ഫീച്ചേഴ്സാണ്. അതിനുശേഷം വണ്ടി വില നോക്കാറുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഒരാൾക്ക് വേണ്ടെന്നുള്ളത് ഓലയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അവിടെ സെല്ലിംഗ് സ്ട്രാറ്റജി വന്നിട്ട് അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ലോ പ്രൈസിന് ഹയർ ടെക്നോളജി വണ്ടികൾ വിൽക്കാമെന്നാണ് ഓല അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ നല്ല സ്ട്രാറ്റജിയാണ്. അവർ തീർച്ചയായിട്ടും അത് സക്സസ്സുമാണ്. കാരണം വേറെ ഒന്നല്ല, നമ്മൾ നോക്കിയാൽ തന്നെ ടോപ്പിൽ നിൽക്കുന്ന വണ്ടി തന്നെയാണ് ഓല എന്നുള്ള കമ്പനി. അപ്പോൾ ഏറ്റവും 1ാം റാങ്ക്, അതായത് സെയിൽസ് റിപ്പോർട്ട് നമ്മൾ നോക്കിയാൽ തന്നെ 1ാം സ്ഥാനത്ത് എപ്പോഴും നിൽക്കാറുള്ള ഓലയുടെ വെഹിക്കിൾസ് തന്നെയാണ്. അപ്പോൾ നല്ല സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതേ സെയിം സ്ട്രാറ്റജിയാണ് അവർ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ ബൈക്ക് സെഗ്മെൻറ്റിൽ അവർ സെയിം സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു 1,00,000 രൂപയ്ക്ക് ഒരു ബൈക്സ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മിഡ് സെഗ്മെൻറ്റിലെ വണ്ടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ഏതൊരാൾക്കും വളരെ അഫോർഡബിൾ റേറ്റ് ആയിരിക്കും 1,00,000 രൂപ എന്നൊക്കെ പറയുന്നത്. അത് മാത്രം 75,000 രൂപയ്ക്ക് വണ്ടിയുണ്ട്, ഞാൻ പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞിട്ടുള്ള വേണ്ടി പറയാത്തത്. 75,000 നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റ് കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1,04,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓലയുടെ റോഡ്സ്റ്റർ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചോയ്സ് നിങ്ങൾക്ക് റോഡ്സ്റ്റർ. നമുക്ക് ആദ്യമേ വണ്ടിയുടെ ബാറ്ററി ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി വണ്ടി വരുന്നത് 3 വേരിയൻറ്റ് ഓപ്ഷൻസിലാണ് വരുന്നത്. അതായത് 3.5 kW ബാറ്ററി പാക്കും, 4.5 kW ബാറ്ററി പാക്കും, അതുപോലെ 6 kW ബാറ്ററി പാക്ക്. അങ്ങനെ 3 ബാറ്ററി പാക്ക് ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ വണ്ടി റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റീസണബിൾ റേഞ്ച് കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3.5 kW റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 151 കിലോമീറ്ററാണ് IDC റേഞ്ച് പറയുന്നത്. നേരെ നമ്മൾ 4.5 kW കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 190 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ 6 kW ബാറ്ററി പാക്കിൻ്റെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 248 IDC കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ അത്യാവശ്യം റീസണബിൾ റേഞ്ച് ചെയ്യുന്നൊരു വണ്ടി തന്നെയാണ് ഓലയുടെ ഈ റോഡ്സ്റ്റർ സീരീസ്. ഈ വണ്ടി മാത്രമല്ല, റോഡ്സ്റ്റർ സീരീസിൽ എല്ലാ വണ്ടികൾക്കും അത്യാവശ്യം റീസണബിൾ റേഞ്ച് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ റീസണബിൾ പവർ ചെയ്യുന്ന മോട്ടറിനാണ്. നമുക്ക് 17.4 BHP പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന PMSM മോട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതപ്പോൾ അത്യാവശ്യം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടറിനാണ് വണ്ടിക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഓലയുടെ വിശ്വാസം നമുക്കറിയാം, അത്ര പവർഫുൾ മെഷീൻ തന്നെയാണ്. അപ്പോൾ സർവീസ് മാത്രമേ അവർക്ക് ഇഷ്യൂസ് ഉള്ളൂ, ബാക്കി ടെക്നിക്കലി അഡ്വാൻസ്ഡ് വണ്ടി തന്നെയാണ് ഓലയുടെ വെഹിക്കിൾസ് എല്ലാം. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പവറാണ് കമ്പനി വണ്ടിക്കകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മൾ ചാർജിങ് ടൈം നോക്കുകയാണെങ്കിൽ 3.5 kW ബാറ്ററി പാക്ക് എടുക്കുന്നത് 4.6 മണിക്കൂറാണ് 0 to 88% ചാർജ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ 4.5 kW കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 5.9 മണിക്കൂർ എടുക്കും. അതുപോലെ 6 kW ബാറ്ററി പാക്ക് വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 7.9 മണിക്കൂറിനാണ് വണ്ടി 0 to 80% അച്ചീവ് ആവുള്ളൂ. അടുത്ത നമ്മൾ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3.5 kW ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത് 114 km/h ആണ്. നേരെ മറിച്ച് നമുക്ക് 4.5 kW ഒരു 6 kW വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത് 126 km/h ആണ്. അടുത്ത വണ്ടി ഇൻസ്ട്രുമെന്റേഷൻ ടെസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള 7 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. നമുക്ക് 10x10 നാവിഗേഷൻ ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ വേറെ കാര്യമുള്ള നമുക്ക് MoveOS 5 ഒരു അപ്ഡേറ്റും ഈ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓലയുടെ ഭാഗത്ത് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതായത് ഈ വർഷം ദീപാവലിക്കാണോ MoveOS 5 വരുന്നത്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് നമ്മുടെ എല്ലാ ഓല ബൈക്സിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണത്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് വണ്ടി പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓല വെബ്സൈറ്റിൽ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം. അതിൽ റോഡ്സ്റ്ററും റോഡ്സ്റ്റർ എക്സും വന്നിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷം ജനുവരിയോടെ നിങ്ങൾക്ക് ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ടോപ്പ് എൻ്റെ വണ്ടി റോഡ്സ്റ്റർ പ്രോ മാത്രമാണ് അടുത്ത വർഷം ദീപാവലിക്ക് അവർ ലോഞ്ച് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ വണ്ടികളും ഇപ്പോൾ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.